അത്യുന്താധുനിക സാങ്കേതിക വിദ്യ മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഒരു നീരാളി കണക്കെ പിടിച്ചു മുറുക്കുമ്പോൾ എങ്ങോട്ടോടണമെന്ന ആശയക്കുഴപ്പത്തിൽ നട്ടം തിരിയുകയാണ് മനുഷ്യൻ. ഈ ഘട്ടത്തിൽ നമ്മിൽ നിന്നും കൈവിട്ടകലുന്ന വായനയുടെ സുഖവും വിവേകവും അറിവും ജ്ഞാനവും ഒരു ചോദ്യചിഹ്നമാണ്. നവമാധ്യമങ്ങൾ കണ്ണുകൾക്ക് ക്ഷിപ്രരസം തരുമെങ്കിലും വായന നമ്മുടെ ഓർമ്മശക്തിയെ ഉത്തേജിപ്പിക്കുകയും ജ്ഞാനത്തിൻ്റെയും സൽഗുണ സമ്പന്നതയുടെയും വാതായനങ്ങൾ തുറന്നിടുകയും ചെയ്യുന്നു. അവനവൻ്റെ അഭിരുചി അനുസരിച്ച് വായന കവിതയോ നോവലോ സഞ്ചാര സാഹിത്യങ്ങളോ കുറ്റാന്വേഷക കഥകളോ കെട്ടുകഥകളോ മതഗ്രന്ഥങ്ങളോ എന്തുമായിക്കൊള്ളട്ടെ, ആ അനിവാര്യതയെ നാം പുണരണം. ജീവിതമേന്മയ്ക്ക് അതാണ് നല്ലത്. അടുത്തിടെ ഞാൻ തിരഞ്ഞെടുത്ത് വായിക്കുന്ന പുസ്തകം പരിചയപ്പെടുത്തണമെന്ന് തോന്നി. ഒരു സഞ്ചാര സാഹിത്യ അവബോധത്തെ ബൈബിളും ഖുറാനും വേദങ്ങളും ഒക്കെയായി കൂട്ടിക്കലർത്തി ആധുനിക ജീവിതത്തെ സ്വാധീനിച്ചേക്കാവുന്ന നാം ഇനിയും എങ്ങോട്ട് എന്ന പുസ്തകം വായനക്കാരനിൽ ഉദ്വേഗം ജനിപ്പിക്കുന്നതാണ്. അതേസമയം തന്നെ 4 നൂറ്റാണ്ടോളം മനസ്സിൽ പേറി നടന്ന ചോദ്യങ്ങൾക്ക് ലോക സഞ്ചാരങ്ങളിലൂടെയും വായനയിലൂടെയും ബൈബിൾ ഖുറാൻ പുരാണ പഠനങ്ങളിലൂടെയും ജീവിത സായാഹ്നത്തിൽ കണ്ടെത്തിയ ഉത്തരങ്ങളാണ് ശ്രീ മാത്യു വടക്കേപ്പറമ്പിലിൻ്റെ നാം ഇനിയും എങ്ങോട്ട് എന്ന പുസ്തകമെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആനുകാലിക സാമൂഹ്യ പ്രശ്നങ്ങളെ സാമാന്യവൽക്കരിക്കുന്ന കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ൽ ഇങ്ങനെ പ്രതിപാദിക്കുന്നു: അന്ത്യകാലത്ത് ദുർഘടങ്ങൾ വരുമെന്നറിഞ്ഞുകൊള്ളുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും, വമ്പ് പറയുന്നവരും അഹങ്കാരികളും, ദൈവദൂഷണം പറയുന്നവരും, മാതാപിതാക്കളെ അനുസരിക്കാത്തവരും, നന്ദി കെട്ടവരും, അശുദ്ധരും, വാത്സല്യമില്ലാത്തവരും, ഇണങ്ങാത്തവരും, ഏഷണിക്കാരും, ആത്മനിയന്ത്രണമില്ലാത്തവരും, മൃഗസ്വഭാവമുള്ളവരും, സൽഗുണദ്വേഷികളും, വഞ്ചകരും, ധാർഷ്ട്യക്കാരും, നിഗളികളുമായി സുഖഭോഗങ്ങളെ സ്നേഹിക്കുന്നവരുമായി തീരും തുടങ്ങി ഇത്തരക്കാരിൽ നിന്നും അകന്നു നിൽക്കുക എന്നുവരെ ഉദ്ബോധിപ്പിക്കുന്നു. ഇങ്ങനെ സമാനമായ ധാരാളം ഉദ്ധരണികളും താരതമ്യ പഠനങ്ങളും ഈ പുസ്തകത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാം. കാലം എത്ര മാറിയാലും നാം എവിടെയായിരുന്നാലും തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുക എന്നതൊരുവനെ സംബന്ധിച്ച് വല്ലാത്ത സായുജ്യമാണ്. ഇക്കാര്യത്തിൽ വിശുദ്ധ നാടുകളെ പറ്റിയുള്ള വിശദീകരണം ഒരു ഹെൽപ്പ് ലൈൻ തന്നെയാണ്. വായനക്കാരന് പെട്ടെന്ന് ഗ്രഹിക്കുവാൻ ഉതകുന്ന തരം ലളിത ഭാഷയാണെന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഒരു ബോധവൽക്കരണ ഗ്രന്ഥമെന്ന നിലയിൽ സ്തുത്യർഹമായ രചനയാണ് ശ്രീ മാത്യു വടക്കേപ്പറമ്പിലിൻ്റെ പുസ്തകം. പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച് ബൈബിൾ, ഖുറാൻ, വേദ, ഉപനിഷത്തുകൾ എന്നിവയെ സമന്വയിപ്പിച്ച് ലോകരക്ഷകനായ യേശുക്രിസ്തുവിനെയും കന്യക മറിയമിനെയും ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രവചനങ്ങളും ആശയങ്ങളും വിശദമായി പഠിച്ചാണ് 10 അധ്യായങ്ങൾ മാത്രമുള്ള ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആൽബവും ആവേശമുണർത്തുന്നതാണ്. ഇവ സ്വയം പരിശോധനയ്ക്കും തിരുത്തലുകൾക്കും ഉതകുന്നതാണ്. വായനയിൽ നിന്ന് പിന്തിരിഞ്ഞ് നവമാധ്യമങ്ങളിലെ ക്ഷിപ്രസാധ്യതകളിലേക്ക് ഓടുന്ന മനുഷ്യനുള്ള ഒരു മുന്നറിയിപ്പാണ് നാം ഇനിയും എങ്ങോട്ട് എന്ന പുസ്തകം.